ഈ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചർച്ചയായത് ഒരു പെൺകുട്ടി അങ്ങനെ ഈ 4 ദിവസമൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ കാട്ടിൽ നിൽക്കാൻ കഴിയും? കാട്ടിൽ ട്രെയിൻഡ് ഒരാൾക്ക് പറ്റും, ട്രെയിൻഡ് ആണെങ്കിൽ പറ്റും. പട്ടാൾക്കാരനെ വിട്ട് അവന് അങ്ങനെ അതിജീവിക്കില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിട്ട് അവൻ അതിജീവിക്കും. കാരണം അയാൾക്ക് അറിയാം ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, അവിടെ നിന്ന് വെള്ളം കുടിക്കണം, ഏതൊക്കെ മരത്തിൻ്റെ സാധനം. ഇപ്പോൾ ചില മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഇപ്പോൾ പുല്ലാന്തിയൊക്കെ 2 അറ്റം ഒരുമിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും ഒരു 4 ലിറ്റർ വെള്ളമൊക്കെ കിട്ടും. 4 ലിറ്റർ? ഒരു ഇത്ര എന്നുള്ളൊരു കഷ്ണം, ഒരു 1.5 മീറ്റർ നീളമുള്ള കഷ്ണം ഇപ്പോൾ പുല്ലാന്തിയുടെ ടക്കെന്ന് 2 ഒരുമിച്ച് വെട്ടണം. അല്ലെങ്കിൽ വെള്ളം ഒരു സൈഡിലേക്ക് വലിഞ്ഞു പോകും, ടക്കെന്ന് വെട്ടണം. പിന്നെ നീർമരുത് പോലത്തെ മരമുണ്ട്, ടെർമിനൽ തമ്പകം എന്ന് ഇവിടെ പറയണം, നീർമരുതല്ല തമ്പകം. അതിൻ്റെ ചില മുഴയുള്ള ഭാഗത്ത് വയനാടൊക്കെ കൂടുതലുണ്ട്, അവിടെ വെട്ടിക്കാൻ നല്ല സുന്ദരനായിട്ടുള്ള വെള്ളം വരും. അപ്പോൾ നല്ല തണുത്ത, പുറത്ത് നട്ടപ്പുറ ചൂടാണെങ്കിലും. പക്ഷേ അങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് അത് ഈസിയാണ്. അല്ലെങ്കിൽ ചില പ്രത്യേക കിഴങ്ങ് കഴിക്കാം. ഇപ്പോൾ ചില ഡ്രൈ ഏരിയയിൽ ചില പക്ഷികൾ വരുമല്ലോ, ഇപ്പോൾ പട്ടിപ്പുന്നെന്ന് പറഞ്ഞ മരം, അതിൻ്റെ കായ തിന്നാൻ, ചില ആലിൻ്റെ പഴം, അങ്ങനെയുള്ള ആൾക്ക് പറ്റും. ഒരു അബദ്ധത്തിൽ നാട്ടിൽ നിന്ന് പോയിട്ട് വന്ന് ജീവിക്കുക എന്നുള്ള ഒരു ദുഷ്കരമായിട്ടുള്ള സംഗതിയാണ്. 4 ദിവസമൊക്കെ നമുക്കൊക്കെ ട്രെയിനിൻ്റെ ആൾക്കാർക്ക് 10-15 ദിവസമൊക്കെ താമസിക്കാം. കാരണം ഭയമില്ലാതിരിക്കുക, ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക, സാവകാശം എടുക്കുക, അറിയുക അവിടെ എന്തൊക്കെ ചെടിയുണ്ട്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. ട്രൈബ്സൊക്കെ ജീവിക്കണ്ടല്ലോ. ഇപ്പോൾ തേക്കടിയിൽ എനിക്ക് ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് തേക്കടിയിൽ പോയപ്പോൾ കുറച്ച് അരി സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ സാറ് നമ്മൾ കറി വയ്ക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്താ നമുക്ക് മീൻ പിടിക്കാൻ സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പച്ചക്കറിക്കാരനായതുകൊണ്ട് ഞാൻ വെജിറ്റേറിയനാണ്. അയ്യോ മീൻ പിടിച്ചാണോ ജീവിക്കാൻ പോലെ, നമുക്ക് എന്തെങ്കിലും ഉള്ളി എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവനോട് ചോദിച്ചു എന്നാലും മീൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇരുന്തായി ഇരിക്കലാം, അത്രേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. കിട്ടിയാൽ കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഒരു ദിവസം വെറും കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല. പിന്നെ കലം തന്നെ വേണ്ട. കാട്ടിൽ ഞാൻ നേരിമംഗലം ഭാഗത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈറ്റയുടെ കോലിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട, തന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചാടി വരും കത്തിക്കുമ്പോൾ. ആ പ്രത്യേക സ്വാദാണ് ഈറ്റയുടെ മുളയുടെ കുഴലിലിട്ടിട്ട് കത്തിച്ച് വേവിച്ച് കുടിക്കുന്നത്. അതൊക്കെ ഒരു അനുഭവമാണ്. പിന്നെ ചില ചെടികൾ അതിലിടാം. അങ്ങനെ ജീവിക്കാൻ കാടറിയുന്നവർക്ക് കാട്ടിൽ ജീവിക്കാൻ പ്രശ്നമില്ല. പുതിയൊരാൾക്ക് പ്രശ്നം തന്നെയാണ്. ഈ മെൽബണിൽ പോയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ കാടുകളിലൊക്കെ പോയോ? അവിടെ കുറച്ച് കാടുകളിൽ പോയി. എല്ലാ സ്ഥലവും പോയി. വലിയ ഒരു കോണ്ടിനെൻ്റാണല്ലോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞത്. കുറേ സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോയി. പാമ്പുകൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമല്ലേ? പാമ്പ് ഇഷ്ടം, ഭയങ്കര ഏറ്റവും വിഷമുള്ള പാമ്പൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഇവിടെയുള്ള ശംഖുവരയം പോലെ ബ്ലാക്ക് മാമ്പ. ശംഖുവരയിൽ നമ്മുടെ ഗോൾഡൻ കളറാണ്. അവിടുത്തെ പാമ്പിന് വിഷമുള്ളൊരു പാമ്പിന് കറുത്ത മാമ്പല്ല. മാമ്പ ഇവിടെ ഉള്ളതല്ലേ, ആഫ്രിക്ക. ഭയങ്കര വിഷമുള്ള, ഭയങ്കര സ്പീഡിൽ ഓടുന്ന. അത് 1 കിലോമീറ്ററിൽ അവന് 30 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റും ആ പാമ്പിന്. നമ്മുടെ സാധാരണ ബൈക്കിനേക്കാളും സ്പീഡിൽ ഓടുന്ന പാമ്പാണത്. നല്ല വിഷമുണ്ട് പാമ്പ്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓസ്ട്രേലിയൻ വിഷപ്പാമ്പുകളുണ്ട്, ഉഗ്രം വിഷമുള്ള പാമ്പുകളൊക്കെ. അതിലൊരെണ്ണം ഇതാണ് ഈ ശംഖുവരയം പോലെ കറുത്ത ബാൻഡുള്ള ധാരാളം പാമ്പുകളുണ്ട് അവിടെ. പാമ്പുകൾ ഞാൻ ഇക്കോളജി ആണ്, വെജിറ്റേഷൻ ഇക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ലാൻഡ്സ്കേപ്പ് ഇക്കോളജി ആയിരുന്നു. അപ്പോൾ ഒരു ലാൻഡിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സ്പെഷ്യൽ ഇതിനായിട്ട് പോയത്. ഫയറിനെതിരുള്ള ഇത്, റീജനറേഷൻ വരുന്നത്, സ്പീഷീസ് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മുടെ കോഴ്സിൽ. കാരണം ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം 100,000 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചില കാര്യങ്ങൾ വൈൽഡ് ലൈഫ് ഓറിയൻറ്റഡ് ആയിരുന്നില്ല ഞങ്ങളുടെ ട്രെയിനിങ്.